മക്കളെ അപ്പൂപ്പനോട് വല്ലതും ചോദിക്കാനുണ്ടോ? എല്ലാവർക്കും കാണണം അപ്പൂപ്പന്റെ മുഖം. നല്ല അടിപൊളി ലുക്ക് അപ്പൂപ്പന് കാണണോ? കാണണം. ഈ മുഖങ്ങള് നിങ്ങൾക്ക് പരിചിതമാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ചേച്ചി ചാച്ചു, ഞാനും അങ്ങനെ വിളിക്കൂ കേട്ടോ. ചേച്ചി ചാച്ച. ബ്രദർ റെസ്റ്റ് എടുത്ത് രാവിലെയും വൈകുന്നേരം ബ്രദറിന് കുടിക്കാനുള്ള വെള്ളം ഞാൻ റൂമിൽ കൊണ്ടുതരാന്ന് പറഞ്ഞു. ഒന്ന് വെള്ളം കൊടുത്ത് തുടങ്ങിയത് ഇപ്പോഴും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏതൊരു അസുഖമാണെങ്കിലും ക്യാൻസർ ആണെങ്കിൽ പോലും മരുന്നിനേക്കാൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത് പരസ്പരമുള്ള സ്നേഹമാണല്ലേ. ഒരുപക്ഷെ അന്ന് ജിജിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പേടിച്ചിട്ട് തന്നെ ക്യാൻസർ എന്ന് പേടിച്ചിട്ട് തന്നെ ഞാൻ മരിച്ചു പോയേനെ. അതോടൊപ്പം തന്നെ മുസ്ലിം ആയിരുന്നല്ലേ? അതെ അതെ. അവിടെ നിന്ന് ഇങ്ങനെ ഒരു മാറാൻ വല്ല കാരണമുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പങ്കുവെക്കാമോ? ഈ ചോദ്യം എന്നെ വല്ലാതെ കുഴക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് സന്ദേശത്തിൽ ഞാനിപ്പം എൻ്റെ ഇസ്ലാം മതത്തിൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ടായ കാര്യം പറയുമ്പോൾ കുറച്ച് മുസ്ലിമുകൾക്ക് സങ്കടവും വേദനയാവും. യേശു ദൈവമാണ് എന്ന ഒരു ബോധ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ യേശുവിനെ ദൈവമായി സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. എൻ്റെ സംസ്കാരം ഇന്ത്യൻ സംസ്കാരമാണ്, പക്ഷേ എൻ്റെ വിശ്വാസം ക്രിസ്തീയ വിശ്വാസമാണ്. ഞാൻ ജീവിതത്തിൽ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ലേ? ഇല്ല, ഒന്നാം ക്ലാസ്സിൽ പോയിട്ടില്ല. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്തോ? ഇത് ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു പ്രയറാണ്. ഇതിൽ റിയാലിറ്റി എന്ന് വെച്ചാൽ ഈ വോയിസ് മോഡുലേഷൻ അവർ കുറച്ചിട്ടു, വളരെ സ്ലോ മോഡിൽ ഇട്ടു. അപ്പൊ ഇത്തിരി എഴിഞ്ഞ് ഡ്രാഗ് ചെയ്ത് പോകും. ഈ സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു ചാപ്റ്റർ വരുന്ന സമയത്ത് അധ്യാപകർ പറയും, അത് നിങ്ങൾ വേണമെങ്കിൽ നോക്കി വായിച്ചോ, ഞാൻ ഞങ്ങൾ പറഞ്ഞു തരത്തില്ലെന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാറിയോ? പഠിപ്പിക്കുന്നുണ്ട്, ബട്ട് എന്നാലും ടീച്ചേഴ്സിനും ഒരു ഇതുണ്ടാവും, പറയാനൊരു മടി ഉണ്ടാവും. ഒരു മെയിലും ഫീമെയിലും തമ്മിൽ ആയിരിക്കണം അടുപ്പം, അല്ലാതെ മെയിലുമായിട്ടും ഫീമെയിലുമായിട്ടും. അപ്പോൾ 2 ആണുങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തു പോയാൽ പിന്നെ അവൻ മരണം വരെ ആണുമായിട്ട് അഡിക്റ്റ് ആവും, പെണ്ണുമായിട്ട് അഡിക്റ്റ് ആവും, LGBTQ ആവും. പിന്നെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്രിസ്മസ് അപ്പൂപ്പൻ. വെറൈറ്റി മീഡിയയുടെ ന്യൂസ് ആർട്ട് ഷോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൂപ്പൻ അമേരിക്ക എന്നാണ് വെറൈറ്റി മീഡിയ വിളിച്ചിട്ട് വന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എല്ലാ മലയാളികളും ഒരേപോലെ കാത്തിരിക്കുന്ന, ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ക്യാൻസർ രോഗത്തെ തരണം ചെയ്ത് ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, അല്ലെ എങ്ങനെ ഒരു മാതാപിതാക്കൾ മക്കളെ വളർത്തണം എന്നതിനൊക്കെ ഉത്തമ ഉദാഹരണമായിട്ടുള്ളൊരു കുടുംബമാണ്. അപ്പോൾ നമുക്കവരെ കൂടുതലായിട്ട് സ്വാഗതം ചെയ്യാം. ഇന്ന് വെറൈറ്റി മീഡിയയുടെ അപ്പൂപ്പനുമുണ്ട്, ആ കുടുംബമുണ്ട്. അപ്പോൾ ജിജി മാരിവാൻ കുടുംബത്തെ സ്വാഗതം ചെയ്യുന്നു വെറൈറ്റി മീഡിയയിൽ. മക്കളെ അപ്പൂപ്പനോട് വല്ലതും ചോദിക്കാനുണ്ടോ? അതെന്നാ വർത്താനം, എന്തെങ്കിലും ചോദിക്കും ഇവിടം വരെ വന്നിട്ട്. സുഖാണോ കുഞ്ഞെ? ഭയങ്കര സുഖമായി. യാത്ര ഇത്ര ബുദ്ധിമുട്ടായിരുന്നു, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ? അടിപൊളിയായിട്ട് പോകുന്നു, സന്തോഷമായിട്ട് പോകുന്നു. അതെ അതെ. അമേരിക്കയിൽ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? തുടങ്ങിയോ? ഓക്കെ. അപ്പൊ നമുക്കൊരു പാട്ട് പാടി ഇതങ്ങ് തുടങ്ങിയാലോ? അപ്പൂപ്പൻ പാടുവോ? അപ്പൂപ്പൻ കിടുക്കനായിട്ട് പാടും. അപ്പൂപ്പൻ സ്റ്റാർ മാജിക്കിന് ഇപ്പം വരുന്ന വഴിയാ. എന്നാ പിന്നെ പാടാം. ഓക്കെ, റെഡി? അപ്പൊ നിങ്ങൾ മാക്സിമം കൈ അടിച്ച് ഈ ക്രിസ്മസ് നിങ്ങൾ ആരോടൊപ്പം? വെറൈറ്റി മീഡിയയോടൊപ്പം തുടങ്ങല്ലേ? ഓക്കെ. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനാ, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. അപ്പൊ ഈ ഒരു ഇന്റർവ്യൂ നമുക്ക് അടിപൊളിയായിട്ട് അങ്ങ് തുടങ്ങാം അല്ലേ? ഓക്കെ. അമേരിക്കയിൽ നിന്ന് വന്ന് ക്രിസ്മസ് അപ്പൂപ്പന്റെ മുഖം കാണാൻ ഞങ്ങൾക്കൊരു കൊതി ഉണ്ടായിരുന്നല്ലോ അപ്പൂപ്പ. അതെല്ലാരും ഒരേപോലെ പറയണം എന്നെ കാണണമെങ്കിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം അപ്പൂപ്പന്റെ മുഖം. നല്ല അടിപൊളി ലുക്ക് അപ്പൂപ്പന് കാണണോ? കാണണം. ഓക്കെ. ഇതുപോലൊരു അപ്പനെയും അമ്മയും കിട്ടാൻ ഏതൊരു മക്കളും ആഗ്രഹിക്കും. ശരിക്കും ഈ മക്കളുടെ വലിയൊരു ആഗ്രഹം അല്ലേ?
ശരിക്കും അത് അവരോട് തന്നെ ചോദിക്കുന്നത്. വീഡിയോയിലേ ഉള്ളൂ അതോ ശരിക്കും ഇങ്ങനെയാണോ? അതായത് വീഡിയോയില് അപ്പൊ അമ്മ ഭയങ്കര സ്നേഹമാ, റിയൽ ലൈഫിലും അങ്ങനെ തന്നെ ആണോ? റിയൽ ലൈഫിലും അങ്ങനെ തന്നെ. അങ്ങനെ തന്നെ. ചേച്ചി, ചാച്ചൻ, പിന്നെ വീഡിയോയിൽ എന്തോ ഇവരെ വിളിക്കുന്നത്? വീഡിയോയിലല്ല, ലൈഫിൽ വിളിക്കുന്ന ഇവളെ ബാബി, അത് ഞങ്ങൾ വിളിച്ചതാണ്. ഇവളെ വിളിച്ച പേരാണ് ഞാഞ്ഞു. ഞാഞ്ഞു എന്ന് പേരിടാൻ വല്ലതും കാരണമുണ്ടോ? കാരണമൊന്നുമില്ല, അത് ഞാൻ നല്ല കുഞ്ഞായിരുന്നു, അപ്പൊ അങ്ങനെ ഞാഞ്ഞു എന്ന് വിളിച്ചു, അങ്ങനെ അങ്ങ് ആയിപ്പോയതാണ്. ആ പേരങ്ങ് വൈറലായല്ലേ? അതെ. ഈ മുഖങ്ങള് നിങ്ങൾക്ക് പരിചിതമാണ്, നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ചേച്ചി, ചാച്ചു, ഞാനും അങ്ങനെ വിളിക്കൂ കേട്ടോ. ചേച്ചി, ചാച്ച. ചേച്ചി, ചാച്ച. ശരിക്കും ലൈഫിലെ എത്രയൊക്കെ നമ്മൾ ചാനലിൽ വന്ന് സംസാരിച്ചാലും എത്രയൊക്കെ ചിരിച്ച് സംസാരിച്ചാലും ഒരു കാലഘട്ടത്ത് വിഷമിച്ച് കരഞ്ഞിരുന്ന സമയങ്ങളുണ്ടല്ലേ? എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അപ്പോൾ അത് പറയുന്നതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു വൈബിലാണ് ഇരിക്കുന്നത്. ഒരു പഴയ കാല ക്രിസ്മസും അല്ലെ കാലഘട്ടങ്ങൾ പിന്നിട്ട സമയത്ത് ഇപ്പോഴുള്ള ക്രിസ്മസ് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയൊന്ന് പറയാമോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ ക്രിസ്മസ് കൂടാൻ തുടങ്ങുന്നത് ഒരു 28 വർഷം മുമ്പാണ്. അന്ന് എനിക്ക് 18 വയസ്സ്. അതാണ് എൻ്റെ ആദ്യത്തെ ക്രിസ്മസ്. അന്നത്തെ ക്രിസ്മസ് എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടെ മനുഷ്യർ പരസ്പരം സ്നേഹത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ എല്ലാവരും വസ്ത്രമൊക്കെ വാങ്ങുന്നു, എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങുന്നു, അത് അയൽവക്കത്തൊക്കെ കൊടുക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇന്നത്തെ ക്രിസ്മസ് എനിക്ക് തോന്നുന്നത് ഒരു അടിച്ചുപൊളി എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. പരസ്പരം ഒരു സ്നേഹം ഇല്ല എന്നാണോ? ആ ഒരു പരിധി വരെ അത് കുറഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും ക്രിസ്മസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോ? അടിച്ചുപൊളിയാണോ? അല്ല, ഇതൊരു ഓർമ്മപ്പെടുത്തലാണല്ലോ. ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തല. ക്രിസ്തു ജനിച്ചു, അപ്പോൾ എന്നിലും ക്രിസ്തു ജനിക്കുന്നു, ആ ഒരു ഒരു പുതിയ ഒരു തുടക്കവും കൂടിയാണ്. അപ്പോൾ ജനിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. ക്രിസ്തു വരുമ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഒരു സ്നേഹം, അത് എക്സ്പ്രസ് ചെയ്യാണ്. അതാണ് ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കലാണല്ലോ. അതാണ് ക്രിസ്മസ് കാലത്ത് വരേണ്ടത്. ഇനി നമ്മുടെ കുട്ടികളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളുകളിൽ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ടോ? ഞാൻ ഇപ്പൊ കോളേജിലാണ്, സോ കോളേജിലും ഗിഫ്റ്റ് ഒക്കെ എപ്പോഴും കൊടുക്കാറുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ ക്രിസ്മസ് നമ്മുടെ ഒരു വൈബിൽ ചോദിച്ചാല്? എൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ് കോളേജ്, അപ്പോൾ എനിക്കെല്ലാം ന്യൂ എക്സ്പീരിയൻസ് ആണ്. കോളേജിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ഫ്രം സ്കൂളാണ്. സ്കൂളിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും, ഗെയിംസ് ഒക്കെ കളിക്കും, ക്രിബൊക്കെ ഉണ്ടാക്കും, ഓരോ ടീം വൈസ്. അങ്ങനെ ഈ ചിരിച്ച മുഖത്തിന് ഒരു കരഞ്ഞ മുഖം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടക്കകാലം മുതലൊന്ന് വന്നാലോ? നിങ്ങൾ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? അതോടൊപ്പം ക്യാൻസറാണ് നമ്മൾ അറിയുന്നുണ്ട്, അത് കഴിഞ്ഞ് വിടാതെ ഇങ്ങനെ പിടിച്ചത് എങ്ങനെയാണ്, ഒന്ന് പങ്കുവെക്കാവോ? അതായത് ഞാൻ പറയാം, ഇത് 3 പെണ്ണുങ്ങളാണ്. എൻ്റെ ചുറ്റും നിൽക്കുന്ന 3 പെൺപിള്ളേരാണ്. ആണുങ്ങളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് അവരാണ്. അതുകൊണ്ട് ആ വിഷയം സംസാരിക്കാൻ ഞാൻ പെണ്ണിനെ തന്നെ ഏൽപ്പിക്കാൻ. ഇല്ല, ഞാൻ പരിചയപ്പെടുന്ന ഇദ്ദേഹത്തെ ചാലക്കുടിയിൽ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചിട്ടാണ്. അവിടെ ഇദ്ദേഹം ഒരു 7 ഭാഷയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ആ ധ്യാന കേന്ദ്രത്തിൽ. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മുൻകൂട്ടി നേരത്തെ അറിയാം, വലിയ ഫേമസ് ആണ്, ഒത്തിരി ഭാഷകൾ സംസാരിക്കുന്നൊക്കെ അറിയാം. അപ്പോൾ ഒരു ആരാധനാ മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ അവിടെ ഒരു 40 days ഒരു കോഴ്സ് കൂടുന്നുണ്ടായിരുന്നു, ഒരു ബൈബിൾ ഒരു കോഴ്സ് സ്റ്റഡീസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോഴാണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്ന് ഇദ്ദേഹം ഈ താമസിച്ചിരുന്ന റൂമിൽ നിന്ന് താഴേക്ക് വരുമോ, വെള്ളം എടുക്കാൻ വേണ്ടി വരും, കുടിക്കാനുള്ള വെള്ളം. അപ്പോൾ ഇതേപോലൊരു ഷോള്, ഉഷ്ണ സമയത്ത്, നല്ല ചൂടുള്ള സമയത്ത് കഴുത്തേൽ ഇങ്ങനെ ഷോൾ ഇങ്ങനെ ചുറ്റിയിട്ടിരിക്കണം. അന്ന് ചിന്തിച്ചായിരുന്നു പട്ടാണോ അതോ? അതെ, പട്ടാളം. എന്താ ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഷോളൊക്കെ ചുറ്റിയിട്ടിരിക്കണം ഈ ചൂട് സമയത്ത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് ആളിങ്ങനെ ഷോൾ ഇങ്ങനെ മാറ്റിയപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള നല്ലൊരു പച്ച ഒരു ഓപ്പറേഷൻ ചെയ്ത പാട്, ഒരു 1 week ആയിട്ടുള്ളൂ. ഇത് ഇങ്ങനെ അറ്റത്തൊരു ഇച്ചിരി പസ് അടിഞ്ഞ് കിടപ്പും ഉണ്ട്, അത്ര ഇച്ചിരി ഒരു ഹോളും ഉണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് ഷോക്ക് ആയി. അപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് 1 ആഴ്ച ആയുള്ളൂ, അതുകൊണ്ടാണ് ഈ ഷോൾ ഇട്ടിരിക്കണേ. അപ്പം ഞങ്ങൾ കളിയാക്കി ചോദിച്ചുകൊണ്ട് ആൾ ഇത്തിരി സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞു. ഇത് കാണുന്ന സമയത്ത് അന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് ഇത് വെച്ചിട്ട്. അപ്പൊ റെസ്റ്റിലായിരുന്നു, 1 മാസമായിട്ട് റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടമായിപ്പിച്ചു, കളിയാക്കി ചോദിക്കണ്ടായിരുന്നല്ലോ. പിന്നീട് അപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു, അയ്യോ എന്നിട്ടാണ് ബ്രദറെ ഇത്രയും റെസ്റ്റൊക്കെ എടുക്കാതൊക്കെ വെള്ളമൊക്കെ താഴെ എടുക്കാൻ വരുന്ന ആരും ഇല്ലേന്ന് ചോദിച്ചത്. പറയും ഇല്ല, ഞാൻ തന്നെ വെള്ളം എടുക്കാൻ വരുന്നത്. അപ്പം ഞാൻ കയറി അങ്ങ് പിടിച്ചു. അപ്പം ഞാൻ പറഞ്ഞേ, 2-3 ആഴ്ച ഞാനിവിടെ ഉണ്ട്, ബ്രദർ റെസ്റ്റ് എടുത്തു, രാവിലെയും വൈകുന്നേരം ബ്രദറിന് കുടിക്കാനുള്ള വെള്ളം ഞാൻ റൂമിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അന്ന് വെള്ളം കൊടുത്തു തുടങ്ങിയത് ഇപ്പോഴും വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്ന് ആ ഗ്ലാസ് വെള്ളം കൊടുത്തതാ.
ആ വെള്ളം മേടിക്കണ്ടായിരുന്നു എപ്പോഴും തോന്നിയിട്ടുണ്ടോ? മേടിച്ചത് നന്നായെന്നേ തോന്നിയിട്ടുള്ളൂ. ഉറപ്പാ. കാരണം ഞാൻ പറയാം, ഈ സ്നേഹത്തിന് സൗഖ്യം കൊടുക്കാൻ ശക്തിയുണ്ട്. ഒരു പക്ഷേ എനിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടിയത് ആ ഒരു സ്നേഹം കൂടെ വന്നപ്പോഴാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്, ഏതൊരു അസുഖമാണെങ്കിലും ക്യാൻസർ ആണെങ്കിൽ പോലും മരുന്നിനേക്കാൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത് പരസ്പരമുള്ള സ്നേഹമാണല്ലേ? തീർച്ചയായും. ഏതൊരു രോഗം മാറാനും അത്. ഒരുപക്ഷെ അന്ന് ജിജിയെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പേടിച്ചിട്ട് തന്നെ ക്യാൻസർ എന്ന് പേടിച്ചിട്ട് തന്നെ ഞാൻ മരിച്ചു പോയേനെ. ജിജി ജീവിതത്തിൽ വന്നതിന് ശേഷം പേടി മാറ്റുകയാണ്. പക്ഷേ നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. നിങ്ങൾ പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല, നിങ്ങൾ 1000 വീട് വെക്കാനുള്ള മനുഷ്യനാണ്, നിങ്ങൾ 10 ഭാഷയിൽ പ്രസംഗിക്കാനുള്ള മനുഷ്യനാണ്, നിങ്ങൾ രാജ്യം മുഴുവനും പോകാനുള്ള മനുഷ്യനാണ്. ഇതിങ്ങനെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തു. എന്തൊക്കെയാണോ ജിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അതെല്ലാം സംഭവിച്ചു. കറക്റ്റ് സമയത്തെ ദൈവം ഒരു തുണയെ കൊണ്ട് തന്നല്ലേ? ഏകദേശം എല്ലാ കോണ്ടിനെന്റിലും രാജ്യങ്ങളെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞു. 10 ഭാഷകളിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. അങ്ങനെ വീടുകൾ 1000 വീടെന്ന് പറഞ്ഞിട്ട് 100 എണ്ണം ആയി ഇപ്പോൾ 1.5-2 വർഷത്തിനകത്ത്. ഇപ്പൊ 1000 എണ്ണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരു 5-6 വർഷം കൊണ്ട് 1000 പണി. അതുപോലെ തന്നെ നമ്മൾ കേട്ടത് നിങ്ങളുടെ ആദ്യരാത്രി എന്ന് പറയുന്നത് ഒരു ലോഡ്ജിലായിരുന്നല്ലേ, ഹോസ്പിറ്റലിനടുത്തുള്ള? ആദ്യരാത്രിയല്ല, ആദ്യരാത്രി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഞങ്ങൾ റീജിയണൽ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രത്തായിരുന്നു ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ചെറിയ റേഡിയേഷൻ കീമൊക്കെ ഉണ്ട്. അപ്പോൾ സർജറി കഴിഞ്ഞ സമയത്തായിരുന്നു ഈ ട്രീറ്റ്മെൻറ്റൊക്കെ. അപ്പം മീൻസ് വിവാഹം കഴിഞ്ഞ സമയത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയി നമ്മൾ അഡ്മിറ്റ് ചെയ്യുകയാണ്. അപ്പം അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെയിലി ഡോക്ടറെ കാണണം. അപ്പം താമസിക്കുന്നത് തൊട്ടടുത്തുള്ള തൃപ്തി എന്നും പറഞ്ഞൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. മീൻസ് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണെന്ന് തോന്നുന്നു. ആ ലോഡ്ജിലായിരുന്നു ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്കും കൂടെ പോകാതിരിക്കാൻ പറ്റിയായിരുന്നില്ല. അപ്പം അങ്ങനെ പോയി അവിടെ താമസിക്കുന്നു, ട്രീറ്റ്മെന്റിന് പോകുന്നു, വരുന്നു. ആ റൂമിന്റെ പ്രത്യേകത 100 രൂപ ഒരു ദിവസമുള്ളൂ, ചീപ്പ് ആൻഡ് ബെസ്റ്റ്. അപ്പോൾ അതൊരു പച്ച ബെഡ്ഷീറ്റും ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള ഒരു ഗ്യാപ്പ്, ഒരു കട്ടിൽ മാത്രം ഇടുന്ന ഒരു ലോഡ്ജ്. അവിടെ ആയിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ കണ്ടിന്യൂസ് അവിടെ തന്നെ ആയിരുന്നു കുറെ നാള് തങ്ങേണ്ടി വന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പക്ഷേ ചേച്ചിക്ക് അന്ന് ചിന്തിക്കായിരുന്നു ആൾക്ക് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം നിലനിർത്താൻ പറ്റത്തില്ല, ഞാൻ ആ ജീവിതത്തിലോട്ട് പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിച്ചില്ലായിരുന്നു? അദ്ദേഹം എന്നെ നിരുത്സാഹപ്പെടുത്തി. ഞാനാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചേ, എന്തായാലും ഒരു 10 ദിവസം വെള്ളം കൊണ്ട് തന്നില്ലേ, ഇനി ജീവിതകാലം മുഴുവൻ അങ്ങോട്ട് വെള്ളം കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ സ്റ്റക്കായിപ്പോയി. അപ്പോൾ എന്താ ചോദിക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പച്ച മലയാളത്തിൽ ചോദിച്ചാൽ എന്നെ കല്യാണം കഴിക്കുമെന്നാ. അപ്പോൾ ആള് വീണ്ടും സ്റ്റക്കായി. അത് മോളോട് ചെയ്ത പോലെ അഭിനയമായിരുന്നു അതോ സ്റ്റക്കായത്? കാര്യം ഞാൻ ഒന്നാമത്തെ രോഗിയാണെന്ന് ഇവൾക്ക് അറിയാം. ഞാൻ ഇങ്ങനെ ഒരു കൺവേർഷൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു മത കൺവേർഷൻ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതും കൂടെ ഉള്ളത് കൊണ്ട് ഇവൾക്ക് പേടിക്കേണ്ട കാര്യമാണ്. കാര്യം എൻ്റെ ജീവിതം അങ്ങനെ ഒരു അപകട സാധ്യതയിലുണ്ട്, രോഗം കൊണ്ട് അപകട സാധ്യതയിലുണ്ട്, പിന്നെ ജോലിയോ സമ്പത്തോ ഒന്നുമില്ല. അങ്ങനെയുള്ള എന്നെ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പം ഇവക്ക് വട്ടാണോ എന്നുള്ളൊരു ചിന്ത എനിക്ക് വരികയാണ്. മനസ്സിലായി? ഇത് നോർമലായ ഒരു ചോദ്യമല്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്റ്റക്കായി. അത് ജെന്യൂൻ സ്റ്റക്കാണ്. പിള്ളേരുടെ അടുത്ത് അത് വേറെ. അങ്ങനെ കൂടെ ചേർക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ മുസ്ലിം ആയിരുന്നല്ലേ? അതെ. അവിടെ നിന്ന് ഇങ്ങനെ ഒരു മാറാൻ വല്ല കാരണമുണ്ടോ? അതിനെപ്പറ്റി ഒന്ന് പങ്കുവെക്കാവോ? ഞാനിപ്പോൾ ഈ ചോദ്യം എന്നെ വല്ലാതെ കുഴക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നമ്മൾ ക്രിസ്മസിനാണല്ലോ ഇതെടുക്കുന്നത്. ഓക്കെ, ക്രിസ്മസ് സന്ദേശം എന്താണെന്ന് അറിയാം? ഒറിജിനൽ സന്ദേശം. അതായത് ഈ ആട്ടിടയന്മാർ സ്വർഗത്ത് കേട്ട ഒരു ശബ്ദം ബൈബിളിൽ ലൂക്ക 2:13-14 പറയുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ആ വാക്ക് ശ്രദ്ധിക്കണം മജി. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഭൂമിയിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല, മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല, സമ്പത്തുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കുന്നവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല, ഈ യോഗ ചെയ്യുന്നവർക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്താണ് ഈ സന്മനസ്സെന്ന്? സന്മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വേദനിപ്പിക്കില്ല എന്ന തീരുമാനം, ആരെയും സങ്കടപ്പെടുത്തില്ലെന്ന തീരുമാനം, മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വഴക്കുണ്ടാക്കൂല എന്ന തീരുമാനം, ഭാഷയുടെയോ ദേശത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കൂല എന്ന തീരുമാനം, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തല്ലുപിടിക്കൂല എന്നുള്ള തീരുമാനം. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനത്തെയാണ് നമ്മൾ ഈ സന്മനസ്സെന്ന് പറയുന്നത്, നല്ല മനസ്സ്. അവർക്കാണ് സമാധാനം. അപ്പോൾ ഈ ക്രിസ്മസ് സന്ദേശത്തിൽ ഞാനിപ്പം എൻ്റെ ഇസ്ലാം മതത്തിൽ നിന്നും ഇങ്ങോട്ട് കൺവേർട്ടായ കാര്യം പറയുമ്പോൾ
കുറച്ച് മുസ്ലിമുകൾക്ക് സങ്കടവും വേദനയാവും. ആവും. അപ്പൊ അത് എൻ്റെ ആ സന്മനസ്സിനെ സമാധാനത്തിന് സമാധാനത്തെ ബാധിക്കും എന്നുള്ള ഒരു റിയാലിറ്റി അവിടെയുണ്ട്. എങ്കിലും ചോദിച്ചത് കൊണ്ട് എൻ്റെ ഒരു കോർട്ടസിയാണ് പറയാന്നുള്ളത്. ഞാൻ ജനിച്ചതൊരു മുസ്ലിം കുടുംബത്തിലാണ്, പഠിച്ചതൊരു മുസ്ലിം അറബി കോളേജിലാണ്. എന്നോടൊരിക്കൽ യേശു ക്രിസ്തു ആരാണെന്ന് ഒരു വ്യക്തി ചോദിച്ചു. അപ്പോൾ യേശു ആരാണ് എന്ന് ഞാൻ അന്വേഷിച്ച് വന്നപ്പം യേശു ദൈവമാണ് എന്ന ഒരു ബോധ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ യേശുവിനെ ദൈവമായി സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി. ഇതാണ് അതിൻ്റെ ഷോർട്ട് ആയിട്ട് പറയാനുള്ള കാര്യം. ഇപ്പം എന്നോട് നീ ഏത് മതക്കാരനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും മതക്കാരനല്ല, ഒരു വിശ്വാസിയാണെന്നേ ഞാൻ പറയുള്ളൂ. വിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, എല്ലാം സൃഷ്ടിച്ച ദൈവത്തിൽ. ആ ദൈവത്തിൻ്റെ അറിവിൽ വിശ്വസിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അറിവിൻ്റെ പേരാണ് യേശു. ദൈവവചനമാണ് യേശു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി ആ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്, അതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധ, ഇങ്ങനൊരു ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പം ഞാനും ത്രിയേകമാണ്. കാരണം എനിക്ക് ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്തെടുത്താലും ത്രിത്വം അടങ്ങിയിട്ടേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ആചാരം ഏതാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ, സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ഭാരതീയ സംസ്കാരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം പറയാം അജിൻ. ഈ ക്രിസ്തു മതത്തിന് തനി സംസ്കാരം ഇല്ല. യേശു യഹൂദനല്ലേ? ക്രിസ്ത്യാനികൾ പിന്നെ യേശുവിൻ്റെ സംസ്കാരം എടുത്താൽ യഹൂദൻ്റെ സംസ്കാരത്തിൽ ജീവിക്കേണ്ടേ? നമ്മൾ ആരെങ്കിലും യഹൂദൻ്റെ സംസ്കാരത്തിലാണ് ജീവിക്കുന്നത്? കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ സീറോ മലബാർ ബിഷപ്പ് വെക്കുന്ന തൊപ്പിയാണോ ലത്തീൻ ബിഷപ്പ് വെക്കുന്നത്? ഇനി ലത്തീൻ ബിഷപ്പ് വെക്കുന്ന തൊപ്പിയാണോ മലങ്കര ബിഷപ്പ് വെക്കുന്നത്? ഓർത്തഡോക്സ് ബിഷപ്പ്മാരുടേത് വേറെയല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇനി എടുത്തു നോക്കിയാൽ ഗ്രീസിൽ ചെന്ന ക്രിസ്ത്യാനികളുടെ കൾച്ചർ വേറെ, തുർക്കി ചെന്ന ക്രിസ്ത്യാനികളുടെ കൾച്ചർ വേറെ, സിറിയയിൽ ചെന്ന ക്രിസ്ത്യാനികളുടെ കൾച്ചർ വേറെ, റോമിൽ ചെന്ന കൾച്ചർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്തുമതം എന്നത് ഒരു വിശ്വാസമാണ്. പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. അത് ലോകത്തെവിടെയും സെയിമാണ്. പക്ഷേ അതിൻ്റെ കൾച്ചറിൻ്റെ പ്രത്യേകത, ഏത് നാട്ടിൽ ഈ വിശ്വാസം ചെന്നോ ആ നാട്ടിലെ നല്ല കൾച്ചറിനെ എല്ലാം ഇത് സ്വന്തമാക്കിയെടുക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് ക്രിസ്തു വിശ്വാസം വന്നു. അപ്പോൾ ഇവിടെ നിലവിളക്ക് കണ്ടു. നിലവിളക്കിൻ്റെ മേൽഭാഗം വെട്ടിയിട്ട് അവിടെ കുരിശ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് ക്രിസ്ത്യാനിയുടെ വിളക്കായി. അതെ. ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെ ആലിലെ താലി കണ്ടു, ഈ സ്ത്രീകളുടെ താലി. കല്യാണം കഴിച്ചിട്ടുണ്ടോ? കഴിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഞാൻ പറയാം. ഈ ആലിലെ താലി അത് ഈ ഇന്ത്യയിലെ ഹൈന്ദവരുടെ സംസ്കാരമാണ്. പക്ഷെ അത് ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ താലി ഇരിക്കുന്നത്, അതിൻ്റെ പുറത്തൊരു കുരിശ് കൊണ്ടുവച്ചു. ഈ ആലിലെ മോഡലാണ് ഇത് ഇപ്പോഴും കിടക്കുന്നത്. പക്ഷെ അതിൻ്റെ പുറത്തൊരു കുരിശ് വെച്ചപ്പോഴേക്കും അത് ക്രിസ്ത്യാനികളുടേതായി. അപ്പം നല്ല സംസ്കാരം എവിടെ കണ്ടാലും അതിനെ മാമോദിസ മുക്കി ക്രിസ്തീയ സംസ്കാരമാക്കുക എന്നതാണ് ഇതിൻ്റെ ശൈലി. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംസ്കാരം ഇന്ത്യൻ സംസ്കാരമാണ്. പക്ഷേ എൻ്റെ വിശ്വാസം ക്രിസ്തീയ വിശ്വാസമാണ്. ഞാൻ ജനിച്ചത് മുസ്ലിം കുടുംബത്തിലാണ്. അപ്പൊ ഇതിന് മൂന്നിനെയും ഉൾക്കൊള്ളാൻ എനിക്ക് ഇപ്പോഴും സാധിക്കുന്നു. അതായത് കമന്റ് ഇടുന്നവൻ വരെ വട്ടടിച്ചു പോകണം. എങ്ങനെ വീട്ടിലിരിക്കുന്നടേ നിങ്ങള്? സമ്മതിക്കണം കേട്ടോ. ശരിക്കും അങ്ങനെ നമ്മൾ മതത്തെ പറയുന്നില്ല, അസുഖത്തിൽ നിന്നൊക്കെ വന്നു. അപ്പൊ ഇതിനൊരു കഥയുണ്ടല്ലേ ഈ ഷോളിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിജി എന്നെ ആദ്യം കാണുമ്പോൾ ഈ ഷോൾ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഇപ്പോഴത്തെ എന്റെ പ്രശ്നം, എനിക്ക് AC ഉള്ള എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു മാർക്ക് കാണാം, ഈ ഓപ്പറേഷൻ ചെയ്ത മാർക്ക്. അപ്പൊ അവിടെ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് ത്രോട്ട് ഇൻഫെക്ഷൻ പിടിക്കും. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ ഷോള് കഴുത്തേൽ ഇടും. ഈ ഷോളിന്റെ പ്രത്യേകത, ഈ ഷോള് തണുപ്പത്ത് കഴുത്തേലിട്ട ചൂടും ചൂടത്ത് കഴുത്തേലിട്ട തണുപ്പുമാണ്. അപ്പൊ അതെന്താ അങ്ങനെയെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിന്റെ ഇത് ഉണ്ടാക്കുന്നതേ നമ്മുടെ ഈ പട്ടുനൂൽ പുഴുവിന്റെ കൂടില്ലേ, ആ കൂട് വെള്ളത്തിലിട്ടിട്ട് കൈകൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന ഒരു ഷോളാണിത്. ഇനി നമ്മുടെ കുട്ടികളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു അപ്പനെ അമ്മയും കിട്ടിയല്ലേ, അതിലേറ്റവും സന്തോഷിക്കുന്നു. ഒരു 2 പോസിറ്റീവ് കാര്യങ്ങൾ അപ്പനെ അമ്മയെ പറ്റി പറഞ്ഞ് എന്ത് പറയും? 2 പോസിറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ടുപേരിലും കാണുന്നത്, ഇപ്പോൾ ഇവർ ഭയങ്കര ബിസിയാണ്, അപ്പോൾ അധികം ടൈം കിട്ടാറില്ല സ്പെൻഡ് ചെയ്യാൻ. പക്ഷെ എന്നാലും ഇവരുടെ ബിസി സ്കെഡ്യൂളിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവർ ഒത്തിരി ശ്രമിക്കാറുണ്ട് അതിനു വേണ്ടി. സോ അതാണ് ഒരു പോസിറ്റീവ്. പിന്നെന്ന് പറയണത്
ഇപ്പം എനിക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇവരോട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടാറുണ്ട്. അപ്പം എനിക്കും വിഷമം വരും. പക്ഷെ എന്നാൽ അവരെന്നെ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് അതവർ ചെയ്തു തരാറുണ്ട്, ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും. സോ അതൊക്കെ എനിക്ക് ഭയങ്കര. അനിയത്തിനി എനിക്കും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അല്ല, അവർ ആക്ച്വലി ബിസി ആണെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യും. ലൈക്ക് നേരത്തെ ചാച്ച പറഞ്ഞില്ലേ, ചാച്ച ബിസി ആയതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന മെഡൽ അതൊന്നും കാണാത്തെ. പക്ഷെ എന്നാലും പിറ്റേ ദിവസം രാവിലെ വന്നു, സംസാരിച്ചു, അപ്രീഷിയേറ്റ് ചെയ്തു. ലൈക്ക് എത്ര ബിസി ആണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യും. പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ആണെങ്കിലും ഒരു ക്ലോസ് ഫ്രണ്ട് എന്നൊരു രീതിയിലാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, ലൈക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ മനസ്സിലാക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. ഞാനും മനസ്സിലാക്കുന്നത്, ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നു, കൊച്ചി തന്നെ താമസിക്കുന്നു, വീട്ടിൽ അമ്മയപ്പയൊക്കെ ഉണ്ട്. എനിക്ക് അവരോടിരുന്ന് കഴിക്കാനും അവരോടൊന്ന് മനസ്സ് ഓർക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമല്ലേ. അത് നമ്മൾ എത്ര കൂട്ടുകാരാണെങ്കിലും അവരോട് ഷെയർ ചെയ്യുന്നതിനേക്കാൾ ആ ഒരു ഫ്രീഡം പപ്പയും അമ്മയും തരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. അത് പലപ്പോഴും തോന്നിയിട്ടില്ലേ? എന്ത് ഓപ്പണായിട്ട് പറയും? എന്ത് ഓപ്പണായിട്ട് പറയും? പ്രണയം വരെ. പ്രണയം വരെ? പിന്നല്ലാണ്ട് ഞാൻ ആ വീട്ടിലോട്ട് വരണോ? അത് ഭയങ്കര. പ്രണയത്തെ പറ്റി പറയുമ്പോളേ ദേഷ്യം പറയോ അപ്പാ? ചാച്ചു, ചാച്ച എനിക്കൊരു പ്രണയം ഉണ്ടെന്ന് പറയുമോ മോളെ? അപ്പം ദേഷ്യപ്പെടുവോ? ഇൻഫാക്ട് ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം കണ്ട് എനിക്കൊരു സെക്കൻഡ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആക്ച്വലി ചാച്ച അതിന് സപ്പോർട്ടാണ് ചെയ്തത്, പക്ഷെ അത് പൊട്ടിപ്പോയി. ചെറുക്കന്റെ വീട്ടിൽ വരെ കൊണ്ടുവിട്ടു, ഡ്രോപ്പ് ചെയ്ത്. പിന്നെയാ ഇന്ന് കുറെ ആളുകൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സിലോട്ട് പോകുന്നുണ്ട്. അതിന് മെയിൻ എന്താണ് കാരണം? കാരണം ഇന്ന് അതൊരു ഈസി ആയിട്ട് അങ്ങ് എടുക്കും എല്ലാവരും. കല്യാണം കഴിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ വിടുന്നു. അത് പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പങ്ങളാണ്. മനസ്സിലാക്കാത്തതിൻ്റെ കുഴപ്പമുണ്ട്. പിന്നെ പണ്ടത്തെ കാലത്ത് സ്ത്രീകൾ വീട്ടിലിരിക്കും, ജോലിക്ക് പോകാറില്ലല്ലോ. ഇന്നിപ്പോൾ സ്ത്രീകൾക്ക് രണ്ടുപേരും ഒന്നിച്ച് ജോലിക്ക് പോയാലേ കുടുംബം പോകാൻ പറ്റുള്ളൂ, സാമ്പത്തിക. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് വരുമ്പോൾ സ്ത്രീകൾക്കും തിരക്കും ബിസിയുമാണ്, അവർ കുറച്ച് ഇൻഡിപെൻഡൻസി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഒരു സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ പുരുഷന്മാർ പണ്ടത്തെ അതേ പഴയ പുരുഷന്മാരാണ്. അതായത് ചെറിയൊരു ഞാനാണ് അപ്പൻ അല്ല ഒരു ഇത്തിരി ഇത് കാണിക്കുന്നുണ്ട്. അപ്പം സ്ത്രീകളും ഇങ്ങനെ അവരും വളർന്നു വരുന്നു, അവിടെ ചിന്താഗതികൾക്ക് മാറ്റം വരുന്നു എന്നുള്ളത് പുരുഷന്മാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അവിടെ ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ചില സ്ത്രീകൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് പട്ടിക ജീവിക്കാൻ അറിയാം, ഞാൻ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളൊരു ഭാവം കൂടെ വരുന്നുണ്ട്. പക്ഷെ ആ സ്ത്രീ ഓർക്കണില്ല, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്, വീട്ടിലെ കാര്യം ഞാൻ നോക്കണം. ഭർത്താവ് അങ്ങനെ പറഞ്ഞാലും കുറച്ചൊക്കെ ഇത്തിരിയും കൂടെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ചെയ്യേണ്ടതായാണ്, എനിക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഞാനൊരു സ്ത്രീയാണെന്നൊരു ചിന്ത ചിലർക്ക് വർക്കൗട്ട് ആവുന്നില്ല. അവിടെ അവർ ഒറ്റയ്ക്ക് ജീവിക്കാൻ വെല്ലുവിളിച്ച് പോകും. അപ്പം 2 പേര് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ആ ഒരു സ്വതന്ത്ര ചിന്താഗതി 2 പേരെയും ഭരിക്കും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈഗോ വർക്കൗട്ട് ആവും. പുരുഷൻ പറയും, ഞാൻ എന്തിനാ നിന്റെ അടിമയാണോ, നിന്റെ സാരി തുമ്പി കെട്ടാനുള്ളവൻ്റെ ഒന്നുമല്ല ഞാൻ. അവൻ്റെ ഈഗോ വർക്കൗട്ടാവും. ഈഗോ ജയിക്കാൻ വേണ്ടിയാണ് ഡിവോഴ്സ് ചെയ്യുന്നത്. പക്ഷെ 2 പേര് വേദനിക്കുന്നുണ്ട്, 2 പേര് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു ചാപ്റ്റർ വരുന്ന സമയത്ത് അധ്യാപകർ പറയും, അത് നിങ്ങൾ വേണമെങ്കിൽ നോക്കി വായിച്ചോ, ഞങ്ങൾ പറഞ്ഞു തരത്തില്ലെന്ന് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മാറിയോ? പഠിപ്പിക്കുന്നുണ്ടോ? ശരിക്കും പഠിപ്പിക്കുന്നുണ്ട്, ബട്ട് എന്നാലും ടീച്ചേഴ്സിനും ഒരു ഇതുണ്ടാവും, പറയാനൊരു മടി ഉണ്ടാവും. ചേച്ചി മനസ്സിലാക്കുന്നതേ അത് അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അവർ ശരിയായ രീതി അല്ല, അത് ശരിയായ രീതി അല്ല, അത് പറഞ്ഞു കൊടുക്കണം. അത് കുട്ടികൾക്ക് അവർക്ക് ഇതിനെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അവർ ചിലപ്പോൾ കുറച്ച് എക്സൈറ്റഡും ആയിരിക്കും, ടീച്ചർ പഠിപ്പിക്കുമല്ലോ. പക്ഷെ ടീച്ചർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും. പക്ഷേ ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്നത് പോകുന്നതുകൊണ്ട് ഇവർ തമ്മിൽ ആ പാഠഭാഗം എടുത്ത് ചർച്ച ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാണ്, അപ്പം അത് നെറ്റിൽ സെർച്ച് ചെയ്യാണ്. അതിൻ്റെ കോൺസിക്വൻസ് ആണ് കൂടുതലും കുട്ടികളിൽ, ഇപ്പോഴത്തെ ടീനേജ് കുട്ടികളിലും കണ്ടുവരുന്നുണ്ട്. അതേസമയം ആ പാഠഭാഗത്തിലുള്ളതും അല്ലാതെ കുറേ അനുഭവങ്ങളോടെ വെച്ച് വളരെ മനോഹരമായിട്ട് ടീച്ചർക്ക് നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നടക്കുന്നില്ല. ഇപ്പം മറ്റേ പോൺ വീഡിയോ ഒക്കെ കാണുന്നതിന്റെ തോത് കൂടുതലാണ് പല ആളുകളിലും. അത് തെറ്റല്ലേ?
അത് തെറ്റാണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം അത് കുട്ടികൾക്ക് കൂടുതൽ കോൺസിക്വൻസസ് ഉണ്ടാകുന്നു. മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും കുട്ടികളെ പല രീതിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓർമ്മശക്തി കുറയ്ക്കുന്നു, കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നു, കുട്ടികൾക്ക് മൈൻഡ് ഡൈവേർട്ട് ആക്കി കളയുന്നു, ഇത് അഡിക്ഷൻ ആയിട്ട് മാറുന്നു, ഫുൾ ടൈം ഇതിലോട്ട് പോകുന്നു. അത് അങ്ങനെ ഒരു കോൺസിക്വൻസസ് ഇതിന് ഭയങ്കര ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞല്ല ജിന്നെ, അതെന്താ ശരിക്കും പറയണ്ട. ഇപ്പം സ്കൂളിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ജീവിതത്തിൽ സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ലേ? ഇല്ല, ഒന്നാം ക്ലാസ്സിൽ പോയിട്ടില്ല. കൊച്ചിന് സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ആദ്യം ഇവിടെ സ്കൂളിൽ വരുന്നത്. സ്കൂളിൽ പഠിച്ചിട്ടേ ഇല്ല, സ്കൂളിൽ പോയിട്ടില്ല. 1, 2, 3 ഒന്നുമില്ല. 10 ഭാഷ സംസാരിക്കും, സ്കൂളിൽ പോയിട്ടില്ല. 10 ഭാഷ സംസാരിക്കും. മലയാളം എഴുതിയാൽ മൊത്തം തെറ്റാണ്. അതുകൊണ്ട് എല്ലാവരും ഇപ്പം ഫേസ്ബുക്കിൽ കമന്റ് എഴുതും, ആ അക്ഷരം തെറ്റി, ഈ അക്ഷരം തെറ്റെന്നൊക്കെ. ജിജി തിരുത്തി തരും ഇടയ്ക്കിടയ്ക്ക്. എഴുതും മലയാളം. പക്ഷേ ഈ മലയാളത്തിൽ കുറേ കായും കുറേ ഗായും കുറേ നായും ഒക്കെ ഉള്ളപ്പോൾ ഇത് എവിടെ ഇടണമെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അങ്ങനെ സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും ജീവിത പാഠത്തിന് അനുഭവം ഇന്ന് തന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. തീർച്ചയായും. അപ്പം ഞാൻ പറഞ്ഞത് സ്കൂളിൽ ഇവരെ പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ നിർബന്ധമായിട്ടും സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇപ്പോൾ പേരൻസ് ചെയ്യുന്ന ഒരു തെറ്റ്, ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു തെറ്റ് പറയാം. ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്കും എന്തായാലും സെക്ഷുവൽ ഉണർച്ച ആൺകുട്ടിക്കായാലും പെൺകുട്ടിക്കായാലും പൂർണ്ണമായി ഉണ്ടാകും. 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. ഈ കുട്ടി സെക്സ് എന്താണെന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാൻ കൊതിക്കും. അപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ഇവരാദ്യം പോൺ മൂവിയെ ആശ്രയിക്കും. അതായത് ഇപ്പോൾ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ ശരീരം എന്താണെന്ന് അറിയാൻ ഇവന് ഗൂഗിളിൽ പോയിട്ട് ഹൗ ദ നേക്കഡ് വുമൺ ലുക്ക് ലൈക്ക് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും, ഇവനിത് കാണും. ഇവൻ എന്ത് ചെയ്യുന്നത്, ഇവനൊരു പെണ്ണിനോട് പോയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവൻ്റെ കൂട്ടുകാരനായ ആണിനോട് ഇവൻ ഇരുന്ന് സംസാരിക്കും. അവസാനം ഇവർ ഗെയ്സായി മാറും. ആണും തമ്മിൽ സെക്സ് എക്സ്പെരിമെൻ്റ് ചെയ്യും. അപ്പം ഞാനൊരാണാണ്, എൻ്റെ കൂട്ടുകാരനൊരാണാണ്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൂട്ടുകാരനെ കൊണ്ടുവരുമ്പോൾ അപ്പന് പരാതിയില്ല, അമ്മയ്ക്ക് പരാതിയില്ല. കാരണം പെണ്ണല്ലല്ലോ. അതെ, എൻ്റെ വീട്ടിലെ റൂം തുറന്നും തരും അപ്പനും അമ്മയും, കുഴപ്പമില്ല. കാര്യം ആണുങ്ങളാണല്ലോ. പക്ഷേ തെറ്റ് അവിടെ സംഭവിക്കുകയാണ്. ഇത് തന്നെ പെൺപിള്ളേർക്കും സംഭവിക്കാം. അപ്പോൾ ഓരോ മാതാപിതാക്കളും പെൺപിള്ളേരുടെ കൂട്ടുകാരികൾ വീട്ടിൽ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പെണ്ണല്ലേ എന്ന് ചിന്തിച്ച് തള്ളിക്കളയരുത്. ഒരു പരിധി വിട്ട് തോളത്ത് കൈയിടുന്നുണ്ടെങ്കിൽ അമ്മ വിളിച്ചിട്ട് ചോദിക്കണം, മക്കളെ ഇങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. നിങ്ങൾ മക്കളോട് ഓപ്പണായിട്ട് തന്നെ സംസാരിക്കും? ഒരു സംശയമില്ല, തുറന്നു ചോദിക്കും. ആൺപിള്ളേരുടെ അപ്പൻ 2 ആൺപിള്ളേർ ഒരു പരിധി വിട്ട് തോളത്ത് കൈന്നിട്ട് നടക്കുന്ന, ഉമ്മ വെച്ച് നടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് ചോദിക്കണം. കാരണം ഇതിൻ്റെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ, ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഡൊപ്പാമിൻ. ഈ ഡൊപ്പാമിൻ ഹോർമോൺ അഡിക്റ്റീവ് ഹോർമോണാണ്. അത് ഒരു ദിവസം എടുത്ത് 2ാം ദിവസം എടുത്ത് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ല, കയ്യും കാലം പിറക്കും. ഇതുപോലെ തന്നെയാണ് ഈ സെക്സ് ഹോർമോൺസും. ഈ പോൺ മൂവി കാണുമ്പോഴും ഈ സെക്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴും ഒരു ദിവസം ചെയ്ത് സുഖം കിട്ടി, 2ാമതായാലും കുറച്ച് കൂടുതൽ സുഖം വേണം തോന്നും, 3ാമതായാലും കുറച്ച് കൂടുതൽ സുഖം വേണം തോന്നും. അപ്പോൾ 2 ആണുങ്ങൾ അങ്ങനെ എൻജോയ് ചെയ്തു പോയാൽ പിന്നെ അവൻ മരണം വരെ ആണുമായിട്ട് അഡിക്റ്റ് ആവും, പെണ്ണുമായിട്ട് അഡിക്റ്റ് ആവും, LGBTQ ആവും. പിന്നെ വിവാഹം കഴിച്ചാലും സക്സസ് ആവില്ല. എത്രയോ വിവാഹ കേസിലാണ് ഭാര്യമാര് പൊട്ടിക്കരയുന്നത്. അവർക്ക് ഭാര്യയോട് ഇന്റിമസി വരത്തില്ല. അവന് വേറെ ആണുങ്ങളോടായിരിക്കും താല്പര്യം. അതുപോലെ പെണ്ണുങ്ങൾക്ക് വേറെ ഡ്യൂട്ടിക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് അവര് പോകും. പക്ഷെ ബെഡ്റൂം ലൈഫിൽ അവരും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അങ്ങനെ വരുന്നവരുണ്ട് കൗൺസിലിങ്ങിനൊക്കെ. അപ്പൊ ഒരു വിവാഹ ജീവിതത്തിൽ മെയിൻ മനസ്സിലാക്കേണ്ട കുറച്ച് പാഠങ്ങൾ എന്തൊക്കെയാ? അങ്ങനെ ചോദിച്ചു ഒരുപാടുണ്ട്. നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു തരാൻ പറ്റും. ഫിസിക്കലി മനസ്സിലാക്കേണ്ടതുണ്ട്, ബയോളജിക്കലി മനസ്സിലാക്കേണ്ടതുണ്ട്, മെന്റലി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, ഇന്റിമസി കൂട്ടേണ്ട കാര്യങ്ങൾ. എവിടെയും നമ്മൾ ഫസ്റ്റ് അൾട്ടിമേറ്റ് നമുക്ക് ഇന്റിമസി കൂട്ടേണ്ട കാര്യങ്ങളാണ്. അത് സെക്ഷൽ ലൈഫിലാണെങ്കിലും ബെഡ്റൂം ലൈഫിലാണെങ്കിലും നോർമൽ ലൈഫിലാണെങ്കിലും എല്ലാ തരത്തിലും അത് കൂട്ടണം. അതാണ് ഞങ്ങൾ കപ്പിൾസ് ഗൈഡൻസിൽ പറഞ്ഞു കൊടുക്കുന്നത്. അതിപ്പോൾ ഇവരെ വളർത്തുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇവരുമായിട്ട് ചെലവഴിക്കുക എന്നുള്ളത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അതായത് നമ്മൾ പ്രസവിച്ചിട്ടത് കൊണ്ടോ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടോ കുറേ വസ്ത്രം മേടിച്ചു കൊടുത്തോണ്ടോ കാശ് കൊടുത്തോണ്ടോ ഒന്നും ആയില്ല. ഇവരുടെ അനുദിന വളർച്ചയിൽ ഇവരുടെ ചിന്താഗതി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാതാപിതാക്കൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ മാതാപിതാക്കൾ ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു 10ാം ക്ലാസ് മുതൽ ഒരു 21 വയസ്സ് വരെ ആൺപിള്ളേരായാലും പെൺപിള്ളേരായാലും അവർ ഒരു മെയിലും ഫീമെയിലും തമ്മിലായിരിക്കണം അടുപ്പം. അല്ലാതെ മെയിലുമായിട്ടും ഫീമെയിലുമായിട്ടും പിന്നെ വേറെ പലതും, ഇപ്പം മൃഗങ്ങളായിട്ടും ഈവൻ മരങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴത്തെ ഒരു പ്രണയമൊക്കെ അങ്ങനെ വാഴയെ വിവാഹം കഴിക്കുക അങ്ങനത്തെ ഒക്കെ ഒരു മനുഷ്യൻ അങ്ങനെ ആയിപ്പോയി. ഇതിൻ്റെ ഒക്കെ കുറേയൊക്കെ സൈക്കോളജിക്കലി നമ്മൾ എന്താ പറയുക DNA പ്രോബ്ലംസ് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. കുറേയൊക്കെ നമ്മുടെ വളർത്തു ദോഷം തന്നെയാണ്.
എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാണ്, നല്ല ബോൾഡായിട്ട് സംസാരിക്കുന്നു. പക്ഷേ എവിടെയോ സംസാരിച്ച ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങ് വൈറലായിട്ട് പോയിട്ടുണ്ടല്ലേ? ആണോ? ആ, അത് നമുക്കത് കണ്ടാലോ? ആ, ഓക്കെ. എന്നെ ചേർത്തു വയ്ക്കണേ, എന്റെ കണ്ണുനീരാ നീ എന്റെ കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ടെന്നറിയാം. എന്റെ ഇഷ്ടം നീ തിരിച്ചറിയുന്നുണ്ടെന്നറിയാം. എന്നെ ഒഴിവാക്കല്ലേ തമ്പ്രാനെ, പറ്റാണ്ടായിരിക്കണോ എനിക്ക്, വയ്യണ്ടായി. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്തോ ശരി? ഇത് ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ ഒരു പ്രയറാണ്. അപ്പൊ ചെറിയ പ്രയറിന്റെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി അവർ നല്ല ഒരു മാനസികമായിട്ടൊരു ദൈവവും അവരുമായിട്ടൊരു ബന്ധത്തിലോട്ട് വരും. അപ്പൊ നമ്മളൊരു കുഞ്ഞു കൊച്ചിനെ പോലെ അപ്പയോട് പറയണം ഇത്, കാരണം ദൈവം എന്റെ അപ്പൻ എന്നുള്ള ബോധത്തിൽ നമ്മൾ കുഞ്ഞു കൊച്ചിനെ പോലെ കുഞ്ചു പറയുന്ന പോലെയാണ്. പക്ഷേ ഇതിൽ റിയാലിറ്റി എന്ന് വെച്ചാൽ ഈ വോയിസ് മോഡുലേഷൻ അവർ കുറച്ചിട്ടു, വളരെ സ്ലോ മോഡിൽ ഇട്ടു. അപ്പൊ ഇത്തിരി എഴഞ്ഞ് ഡ്രാഗ് ചെയ്ത് പോകും. അപ്പൊ വേറൊരു ടൈപ്പ് ഓഫ് വോയിസ് ആണ് വരുന്നത്. അതിനെയാണ് എടുത്തിട്ട് ട്രോൾ ചെയ്തതെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ അടുത്ത് മോള് കോളേജിൽ നിന്ന് അവൾ വന്നപ്പോഴാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല, ചിലപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കണ്ടു. പിന്നെ ഞാൻ നോക്കാറില്ല, കാരണം എന്ത് നെഗറ്റിവിറ്റി നമ്മൾ തളർത്തുന്നൊന്നും ഞാൻ കാണാറില്ല. പക്ഷെ മാത്രമല്ല, ഇതെനിക്ക് രസകരമായിട്ട് തോന്നി. എന്നെ അറിയാത്ത ആളുകളും എന്നെ അറിഞ്ഞു, അതിൽ ആ ഒരു പോസിറ്റിവിറ്റി ഞാനത് കണ്ടു. നല്ല രസകരമായിട്ട് തോന്നി. ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുള്ളൂ. അപ്പൊ ചിലപ്പോൾ ഇടയ്ക്ക് മക്കളാണെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും കോമഡി വരുമ്പോൾ ഞാൻ ടെൻഷൻ അടിക്കുമ്പോൾ ഇങ്ങനെ കളിയാക്കി ഈ ഒരു ബോർഡിലേക്ക് സംസാരിക്കുമ്പോഴത്തേക്കും അപ്പൊ പിന്നെ ഭയങ്കര രസകരമാണ്. അതുകൊണ്ട് ആ ഒരു ജോക്കായിട്ട് പോയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ആ വീഡിയോയുടെ സത്യാവസ്ഥ.